ഏതാണ്ട് 1.25 ലക്ഷം വിദ്യാർത്ഥികൾ ഈ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ട്. പരീക്ഷ പൂർത്തിയാക്കി ഹോസ്റ്റലുകൾ ഒഴിഞ്ഞ വിദ്യാർത്ഥികളെ പ്രധാന പരിശീലന സ്ഥാപനങ്ങൾ മടക്കി വിളിച്ചിരിക്കുന്നു. ഇന്നു മുതൽ വീണ്ടും പരിശീലനം തുടങ്ങുകയാണ്. പരീക്ഷ റദ്ദാകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്നത്? പാലാ ബെർലിൻ സ്റ്റഡി സെന്റർ ജനറൽ മാനേജർ ഇ.പി. ശിവകുമാർ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ശിവകുമാർ, ഗുഡ് മോർണിംഗ്. പരീക്ഷ റദ്ദാക്കി കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ത് ചെയ്യും നമ്മുടെ വിദ്യാർത്ഥികൾ ഇനി? നീറ്റ് 2026 ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ മെയ് 3 നടന്ന എക്സാമിന് അവർക്കൊരു കംഫർട്ട് സ്കോർ എത്തിയിരുന്നു. അപ്പോൾ ഇനിയൊരു റിവൈസ്ഡ് എക്സാം നടക്കുമ്പോൾ ആ കംഫർട്ട് സ്കോറിൽ എത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി, ഇനി പരീക്ഷയ്ക്ക് ശേഷം പുതിയ പരീക്ഷയ്ക്ക് ശേഷം ഒരു 10-15% വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ആ സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ മാനസികാഘാതവും വളരെ വലുതായിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പിന്നെ ഈ എക്സാമിന് ശേഷം വിദേശ രാജ്യങ്ങളിലോട്ടും മറ്റു പല സെൻറ്ററുകളിലോട്ടും സ്ഥലങ്ങളിലേക്കൊക്കെ പോയ വിദ്യാർത്ഥികൾക്ക് ഇനിയൊരു വരുന്ന എക്സാം സെൻറ്ററിന് മാറ്റം അനുവദിക്കുമോ, എനിക്ക് ഈ എക്സാം സെൻറ്റർ തന്നെ കിട്ടുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി. അതായത് നമ്മുടെ അക്കാഡമിക് കലണ്ടറിനെ തന്നെ ഇത് ബാധിക്കാം. കേരളത്തിൽ ഏതാണ്ട് 1,10,000-ഓളം വിദ്യാർത്ഥികളാണ് മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടിയിട്ട് നീറ്റ് 2026 അപേക്ഷിച്ചിരുന്നത്. ഈ എക്സാമിൻ്റെ വിശ്വാസ്യത തന്നെ അവർക്ക് മുമ്പിൽ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. നമുക്കറിയാം, ഈ മെഡിക്കൽ അഡ്മിഷന് ഉപരിയായിട്ട് അവർക്ക് മറ്റു പല അഡ്മിഷൻ സാഹചര്യവും നിലവിലുണ്ട്. നീറ്റിൻ്റെ ഒരു മാർക്ക് അല്ലെ റാങ്കിനനുസരിച്ച് ഒരു അഡ്മിഷൻ കിട്ടിയില്ല എങ്കിൽ അവർക്ക് NIT JEE മെയിൻ നല്ല റാങ്കുള്ളവരായിരിക്കാം, NIT IIIT അല്ലെങ്കിൽ IIT അഡ്മിഷൻ എടുക്കേണ്ടവരായിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി അഡ്മിഷൻ എടുക്കേണ്ടവരായിരിക്കാം, അല്ലെങ്കിൽ CUET പോലെ അഗ്രികൾച്ചർ അഡ്മിഷൻ എടുക്കേണ്ടവരായിരിക്കാം. മറ്റു പല മേഖലകളും തേടേണ്ടവർക്ക് എങ്ങനെ ഞാനിനി മറ്റൊരു കോഴ്സിന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുമോ? അതല്ല, എനിക്ക് മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിലോട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ തന്നെ ആ കോഴ്സിൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ട വിദ്യാർത്ഥികൾക്ക് കിട്ടാതെ പോകുമോ എന്നുള്ള അക്കാഡമിക് കലണ്ടറിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ നമുക്ക് ഈ എക്സാമിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, പുതിയൊരു റിവൈസ്ഡ് ഡേറ്റ് വരുന്നത് വളരെ രീതിയിൽ അക്കാഡമിക് കലണ്ടറിനെ ബാധിക്കാനും സാധ്യതയുണ്ട്.